സെമിസ്റ്റർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ മൊഡ്യൂള് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് ആണ്. അറ്റോമിക് സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ആറ്റം, മോളിക്യൂള്, ആ ഒരു കാര്യങ്ങള്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. എനിവേ, നമുക്കറിയാം ആറ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റം എന്നുള്ള ഒരു വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. പിന്നെ ആറ്റത്തിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കുന്നു ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ജെ തോംസൺ ആണ്. ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നു. പക്ഷെ അതിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിനെ തുടർന്ന് വന്നത് റുദർഫോർഡിന്റെ മോഡലാണ്. റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നു. നമ്മളെ സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് റുദർഫോർഡാണ്. പക്ഷെ അതിനും വേണ്ടത്ര കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതും ഒരു ഫെയിലിയർ ആവുകയായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് വന്ന ഒരു മോഡലാണ് ബോർ മോഡൽ. നീൽസ് ബോർ കൊണ്ടുവന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബോർ മോഡൽ. ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ആറ്റത്തിനകത്ത് ഒരു സ്മോൾ ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണ് ഒരു സർക്കുലർ പാത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സർക്കുലർ പാത്തിന് പറയുന്ന പേര് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ്. ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പേരായ സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അതായത് ആറ്റം കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ ന്യൂക്ലിയസ് അറ്റ് ദി സെന്റർ ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവ്സ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ത്രൂ എ സർക്കുലർ പാത്ത് കോൾഡ് ഷെൽ ഓർ ഓർബിറ്റ്. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആറ്റത്തിനകത്ത് അല്ലെങ്കിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് ഓർബിറ്റുകള് അല്ലെങ്കിൽ ഷെല്ലുകളുണ്ട് അല്ലെ. അപ്പൊ ഷെല്ലിന് നമ്മൾ നെയിം കൊടുക്കുന്നത് നെയിം n=1, 2, 3 എക്സെട്ര ഇങ്ങനെയാണ് ഓരോ ഷെല്ലിനും നമ്പർ ചെയ്യുക. അല്ലെങ്കിൽ ഷെല്ല് നെയിം ചെയ്യുന്നത് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് ഇങ്ങനെയാണ് ഷെല്ല് നെയിം ചെയ്യുന്നത്. ഓക്കെ, അതിൽ പറയുന്നത് രണ്ടാമത് പോസ്റ്റുലേറ്റിൽ പറയുന്നത് each electron in a particular shell possess a fixed amount of energy. അതായത് ഓരോ ഷെല്ലിലും ഉള്ള ഇലക്ട്രോണുകൾക്ക് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് എനർജി ഉണ്ടാവും. അതായത് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക അളവ് എനർജി ഉണ്ടാവും. ആ എനർജി ആയിരിക്കില്ല രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക്. അപ്പോൾ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് എനർജി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഷെല്ലുകളെ എനർജി ലെവൽ എന്നും കൂടി പറയുന്നുണ്ട്. എനർജി ലെവൽ. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഈച്ച് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് പോസസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, നമുക്ക് തേർഡ് പോസ്റ്റുലേറ്റിലേക്ക് പോവാം. തേർഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ന്യൂക്ലിയസിന് അടുത്തുള്ള ഓർബിറ്റിൽ നമ്മൾ ലോവർ എനർജി ലെവലിനും അതുപോലെ തന്നെ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നതിനനുസരിച്ച്. അപ്പൊ ഈ എനർജി ലെവലുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് അടുത്തുള്ള എനർജി ലെവലിൽ എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിന് അകലുന്നതിനനുസരിച്ച് ഷെല്ലിന്റെ എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലിന് എനർജി കുറവായിരിക്കും. ന്യൂക്ലിയസിന് അകന്നു പോകുന്നതിനനുസരിച്ച് ഷെല്ലിന് എനർജി അല്ലെങ്കിൽ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റിലേക്ക് പോവാം. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യുന്നതിന് കണ്ടീഷൻ ഉണ്ട്. അതായത് ഒരു ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിന് മൂവ് ചെയ്യണമെങ്കിൽ അത് എനർജി അബ്സോർബ് ചെയ്യണം. എനർജി എവിടുന്നെങ്കിലും കിട്ടണം. എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ
ഒരു ഹയർ ലെവലിലുള്ള ഇലക്ട്രോണ് മുകളിലുള്ള, അതായത് Na3-ലോ ഒക്കെ ഉള്ള ഇലക്ട്രോണ് 2-ലേക്കോ 1-ലേക്കോ ഒക്കെ വരണമെങ്കിൽ അതെന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനർജി പുറത്ത് കളയും. ഓക്കെ, അങ്ങനെയാണ് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുന്നത്. ഓക്കെ, പോസ്റ്റുലേറ്റ് പറയുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രം എ ലോവർ ലെവൽ ടു ഹയർ ലെവൽ by absorbing energy, and electrons can move from a higher level to a lower level by emitting energy. എനർജി എമിറ്റ് ചെയ്തിട്ട് എനർജി അബ്സോർബ് ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ ഡിഫറെന്റ് എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഫോർത്ത് പോസ്റ്റുലേറ്റ് നോക്കാം. ഫോർത്ത് പോസ്റ്റുലേറ്റ് പറയുന്നത് ഇങ്ങനെ ഒരു ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് ആണ്. ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ എനർജി, ദാറ്റ് ഈസ് E2 മൈനസ് E1. അതായത് രണ്ടാമത്തെ ലെവലിൽ നിന്ന് ഒന്നാമത്തെ ലെവലിലേക്കാണ് പോയെങ്കിൽ E2 മൈനസ് E1 എന്ന് പറയും. അങ്ങനെ ഏത് ലെവലിൽ നിന്നാണോ, ഏത് എനർജി ലെവലിലേക്കാണോ ട്രാൻസ്ഫർ ആയത് അതിന്റെ വ്യത്യാസം ഡെൽറ്റ ഇ ബൈ എച്ച് ആയിരിക്കും ഇവിടെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന എനർജിയുടെ ഫ്രീക്വൻസി. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജി പോലെ തന്നെ ഓരോ ഷെല്ലിലും മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന് ഒരു ആംഗുലാർ മൊമെന്റ് ഉണ്ടാവും. അപ്പൊ ആംഗുലാർ മൊമെന്റോ ഫിക്സഡ് ആയിരിക്കും. MVR ഈക്വൽ ടു NH/2π. NH/2π. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ, V വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ, R റേഡിയസ് ഓഫ് ഓർബിറ്റിന്റെ റേഡിയസ്, ദെൻ N ഷെല്ല്, നമ്പർ ഓഫ് ഷെല്ല്, എത്രാമത്തെ ഷെല്ലാണ് എന്നുള്ളതാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇതില് MVR ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്നത് NH/2πയുടെ അല്ലെങ്കിൽ H/2πയുടെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് പറയാം ആംഗുലാർ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബോർ മോഡലിന്റെ അല്ലെങ്കിൽ ബോറിന്റെ പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ. ബോർ മോഡലിന്റെ മെറിറ്റ്സ്, അതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ മെറിറ്റ് ആയിട്ട് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറിറ്റ്, ഇറ്റ് എക്സ്പ്ലെയിൻസ് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ഇപ്പൊ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം. സോ ബോർ മോഡൽ എക്സ്പ്ലെയിൻസ് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. പിന്നെ മറ്റൊരു മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രജൻ സ്പെക്ട്രയുടെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റി. അതുവരെയുള്ള റുദർഫോർഡ് മോഡലിനൊന്നും പറ്റാത്ത കാര്യമാണ്. ബോർ മോഡൽ വന്നതിന് ശേഷമാണ് ഹൈഡ്രജൻ സ്പെക്ട്രയുടെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇറ്റ് എക്സ്പ്ലെയിൻസ് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ സ്പെക്ട്രയുടെ ലൈൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ മോഡലിന് പറ്റി. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് മെറിറ്റ്സ്. ഇനി നമ്മൾ നോക്കുന്നത് ബോർ മോഡലിന്റെ ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സ് അപ്പൊ നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് കറക്റ്റ് ആയിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഒന്ന് കൂടുതൽ ഇലക്ട്രോൺ വരുന്ന ആറ്റങ്ങളുടെ സ്പെക്ട്ര ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. ദാറ്റ് ഈസ് ഇറ്റ് cannot explain spectra of multi-electron atom. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റങ്ങളുടെ എക്സാമ്പിള്
ഹീലിയം അല്ലെങ്കിൽ സോഡിയം പോലെയുള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. അത് പ്രധാനപ്പെട്ട ഡീമെറിറ്റ് ആണ്. ദെൻ മറ്റൊന്ന്, ഇതന്നെ സാധാരണ രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡിലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിലും സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് സീമൻ എഫക്റ്റ് എന്നാണ് പറയാം. സീമൻ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സീമൻ എഫക്റ്റ് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയും. സ്റ്റാർക്ക് എഫക്റ്റ് ഈ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സീമൻ എഫക്റ്റ് ഓർ സ്റ്റാർക്ക് എഫക്റ്റ്. ദെൻ മറ്റൊരു ഡീമെറിറ്റ്, അതായത് ഈ കെമിക്കൽ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്, കെമിക്കൽ ബോണ്ട് ഒരു ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. അതുപോലെ തന്നെ ഓരോ മോളിക്യൂളിനും ഓരോ കോമ്പൗണ്ടിനും എന്തുകൊണ്ടാണ് ഓരോ പർട്ടിക്കുലർ ഷേപ്പ് കിട്ടുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ മോഡലിന് പറ്റിയില്ല. എന്നൊക്കെയാണ് കനോട്ട് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ആൻഡ് ഷേപ്സ് ഓഫ് മോളിക്യൂൾസ്. കനോട്ട് എക്സ്പ്ലെയിൻ reason for chemical bonding and shapes of molecules. മോളിക്യൂൾസിന്റെ ഷേപ്പ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെ ബോർ മോഡലിന് പറ്റിയില്ല. അപ്പൊ ഇതൊക്കെ ഇത്തരം ഡീമെറിറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുതിയ പഠനങ്ങൾ വരുന്നു. ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലിലേക്ക് പഠനങ്ങൾ നടത്തപ്പെടുകയും അങ്ങനെ പുതിയ വേറെ മോഡലിലേക്ക് എത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ മോഡലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ലീഡിങ് സ്റ്റെപ്സ് കൊടുത്ത ചില പഠനങ്ങളുണ്ട്. അപ്പൊ ആ പഠനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ അഡ്വാൻസ്ഡ് അറ്റോമിക് സ്ട്രക്ചറിലേക്ക് ലീഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പഠനമാണ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നാച്ചർ പ്രൊപ്പോസ് ചെയ്തത് ഡി ബ്രോഗ്ലി ആണ്. ഡി ബ്രോഗ്ലി ആണ് ഡ്യുവൽ നാച്ചർ പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഏതൊരു വസ്തുവിനും പാർട്ടിക്കിൾ നാച്ചറും വേവ് നാച്ചറും ഉണ്ട്. ദാറ്റ് ഈസ് മാറ്റർ പൊസസ് വേവ് നാച്ചർ as well as particle nature. അതായത് അതുവരെ വിശ്വസിച്ചിരുന്നത് ഒന്നുകിൽ ഒരു വേവ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആയിരിക്കും. പക്ഷെ ഡി ബ്രോഗ്ലി പറഞ്ഞു ഏതൊരു വസ്തുവിനും ഈ രണ്ട് സ്വഭാവം ഉണ്ടാവും. പാർട്ടിക്കിൾ നാച്ചറും ഉണ്ടാവും, വേവ് നാച്ചറും ഉണ്ടാവും എന്നാണ് ഡി ബ്രോഗ്ലി പ്രൊപ്പോസ് ചെയ്തത്. അങ്ങനെ ഡി ബ്രോഗ്ലി പറഞ്ഞു ഇങ്ങനെ ഓരോ മാറ്ററുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വേവ് ഉണ്ടാവും. അതിന് പറയുന്ന പേര് മാറ്റർ വേവ് എന്നാണ്. വേവ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഈസ് കോൾഡ് മാറ്റർ വേവ്. ഈ മാറ്റർ വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ലാംഡ ഈക്വൽ ടു h/mv. ലാംഡ ഈക്വൽ ടു h/mv. ഈ റിലേഷൻ ആണ് ഡി ബ്രോഗ്ലി റിലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഡി ബ്രോഗ്ലി റിലേഷൻ. ഈ റിലേഷൻ ശരിക്കും വേവ് ലെങ്ത്തും വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ്. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേവ് ലെങ്ത് ആണ്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. എം മാസ് ഓഫ് പാർട്ടിക്കിൾ ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ ലാംഡ ഈക്വൽ ടു h/mv. ദാറ്റ് ഈസ് ഡി ബ്രോഗ്ലി റിലേഷൻ. അപ്പൊ എവരി particle have particle as well as
വേവ് നാച്ചർ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് വലിയ പാർട്ടിക്കിൾസിന്റെ ഒന്നും ഈ വേവ് നാച്ചർ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ മാസ് കൂടുന്നതിനനുസരിച്ച് വേവ് നാച്ചർ കുറഞ്ഞു വരും. അപ്പോൾ മാസ് കുറവുള്ള വസ്തുക്കൾക്ക് വേവ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളത് ഇലക്ട്രോൺസ് പോലെയുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ഈ ഒരു റിലേഷന് റെലവൻസ് ഉള്ളൂ. ഓക്കെ, ഡ്യുവൽ നേച്ചർ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഹൈസൻബർഗിന്റെ അൺസെർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഒക്കെ പോലെയുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനും അതുപോലെ തന്നെ മൊമെന്റവും ഒരേ സമയത്ത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോ ഇലക്ട്രോൺ പോലെയുള്ള ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അതിന്റെ മൊമെന്റം ചേഞ്ച് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊമെന്റം നമ്മൾ കാണുമ്പോഴത്തേക്കും അതിന്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ simultaneously with accuracy. It is impossible to find out exact position and momentum of a moving microscopic particle simultaneously with accuracy. അതായത് ആക്യുറേറ്റ് ആയിട്ട് ഒരു മൂവിംഗ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും നമുക്ക് ഒരേ സമയം കണ്ടുപിടിക്കാൻ കഴിയില്ല. അതാണ് ഹൈസൻബർഗ് റിലേഷൻ. അപ്പൊ ഹൈസൻബർഗ് റിലേഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നത് മാത്തമാറ്റിക്കലി ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ചേഞ്ച് ഇൻ മൊമെന്റ്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി greater than or equal to h by 4 pi. ഇതാണ് ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ. ഈ ഡെൽറ്റ പി വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ആക്കി എഴുതാം. ദാറ്റ് ഇസ് ഡെൽറ്റ എക്സ് ചേഞ്ച് ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. മൊമെന്റം എന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു എം വി ആണ്. അതുകൊണ്ട് തന്നെ എം ഒരിക്കലും ചേഞ്ച് ആവാത്തതാണ്, മാസ് ആണ്. സോ എം ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h by 4 pi. ഈ രണ്ട് രീതിയിൽ നമുക്ക് ഹൈസൻബർഗ് പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, ദിസ് ഇസ് ദി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഹൈസൻബർഗ് അൺസെർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ഹൈസൻബർഗ് പറഞ്ഞത് പ്രകാരം നമ്മള് ന്യൂക്ലിയസിന് പുറത്തുള്ള ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യില്ലേ. മൂവ് ചെയ്യുന്നതിന്റെ ഒരു പൊസിഷൻ മൊമെന്റ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓർബിറ്റിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇലക്ട്രോണ് ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ചില ഏരിയകൾ ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ ബോർ പറഞ്ഞ പോലെ അവിടെ ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് പൊസിഷനിൽ ഇലക്ട്രോൺ ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ പറ്റില്ല. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലുള്ള ചില 3 ഡയമെൻഷണൽ സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ 3 ഡയമെൻഷണൽ സ്പേസിന് പറയുന്ന പേരാണ് ഓർബിറ്റ് അല്ല ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ഡയമെൻഷണൽ സ്പേസ് where the probability of finding electron is maximum. ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ മാക്സിമം സാധ്യതയുള്ള 3 ഡയമെൻഷണൽ സ്പേസിന് പറയുന്ന പേരാണ് ഓർബിറ്റൽ. ഓക്കെ, നമ്മൾ ഈ ഓർബിറ്റൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്താൻ കാരണം ഹൈസൻബർഗിന്റെ പ്രിൻസിപ്പിൾ ആണ്. സോ ഇതിൽ നിന്നാണ് നമ്മളെ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്.
സോ നമുക്ക് ഓർബിറ്റൽ നമുക്ക് പുതിയ ടേം ആണ്. നമുക്ക് നേരത്തെ അറിയുന്ന വേറൊരു ടേം ഉണ്ട്, ഓർബിറ്റ് അല്ലെ. ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കുലർ പാത്താണ് ഓർബിറ്റ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നമ്മളോട് കമ്പാരിസൺ ആയിട്ട് ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഓർബിറ്റും ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് നമുക്ക് നോക്കാം. ഓർബിറ്റ് ഒന്നാമത്തെ ഡിഫറൻസ് എന്താ വെച്ചാൽ, ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാതകളാണ് ഓർബിറ്റ് അല്ലെ. ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ട്രോൺസിനെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലുള്ള 3 ഡയമെൻഷണൽ സ്പേസ് ആണ് ഓർബിറ്റ്. ഓർബിറ്റ്സ് ആർ circular path around the nucleus and orbitals are 3-dimensional space around the nucleus where the probability of finding electron is maximum. Okay. Then രണ്ടാമത്തേത് ഓർബിറ്റില് ഇലക്ട്രോൺസിന്റെ 2-dimensional മോഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് represents 2-dimensional motion, whereas നമ്മൾ ഓർബിറ്റലിലാണെങ്കിൽ 3-dimensional മോഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. represents 3-dimensional motion. അപ്പൊ അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ദെൻ മറ്റൊരു ഡിഫറൻസ്, എല്ലാ ഓർബിറ്റിനും ഒരേ ഷേപ്പാണ്. എല്ലാ ഓർബിറ്റും സർക്കുലർ ഷേപ്പാണ്. സർക്കുലർ ഇൻ ഷേപ്പ്. പക്ഷെ ഓർബിറ്റൽ അങ്ങനെയല്ല. ഓരോ ഓർബിറ്റലിനും ഓരോ ഷേപ്പാണ്. ഡിഫറെന്റ് ഓർബിറ്റൽസ് ഹാവ് ഡിഫറെന്റ് ഷേപ്പ്. Different orbitals have different shape. Then orbit direction അനുസരിച്ച് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഒന്നും ഓർബിറ്റിലില്ല. ഓർബിറ്റ്സ് ഡു നോട്ട് ഹാവ് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്. പക്ഷെ ഓർബിറ്റൽസ് ഓരോ ഡയറക്ഷൻ അനുസരിച്ച്, ഓരോ ആക്സിസിനനുസരിച്ച് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് orbitals. Okay, it do not shows directional properties, but orbital shows directional properties. ഇതിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് കാണിക്കാത്ത ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ, അത് എസ് ഓർബിറ്റലാണ്. എസ് ഓർബിറ്റല് ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് കാണിക്കില്ല. ബാക്കി എല്ലാ ഓർബിറ്റൽസും ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതാണ്. Orbits do not have directional properties, but orbital shows directional properties except s orbitals. ഇനി അഞ്ചാമത്തത്, ഒരു ഓർബിറ്റില് മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺ in an orbit is 2n square. That is 2 into n square. n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് ഷെൽസ്. ഇത്രാമത്തെ ഷെല്ലിലാണ് ഉള്ളത്. രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിൽ 2 into 2 സ്ക്വയർ. അങ്ങനെ, അതായത് ഒരു ഓർബിറ്റിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n സ്ക്വയർ ആണ്. പക്ഷെ ഓർബിറ്റിൽ മാക്സിമം ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 ഇലക്ട്രോണെ ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. 2 കൂടുതൽ ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റലിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഓർബിറ്റലും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഇസ് orbits are circular path around the nucleus and orbitals are 3-dimensional space around the nucleus where the probability of finding electron is maximum. Then second, orbits represents 2-dimensional motion of electron and orbitals represents 3-dimensional motion of electrons. Then orbits are circular in shape, but different orbitals have different shape. Then fourth point, orbits do not have
directional properties, but orbital shows directional properties except s orbital. And maximum number of electrons in an orbit is 2n square, and maximum number of electrons in an orbital is 2. Okay. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.